സാമ്പത്തികമായി പിന്തുണയ്ക്കേണ്ടത് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് നിവിൻ സേഠി. പ്രകൃതി വിഭവ ചൂഷണവും കോർപ്പറേറ്റ് അഴിമതികളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ദി റിപ്പോർട്ടേഴ്സ് കളക്ടീവ്സിന്റെ ട്രസ്റ്റി നിതിൻ സേഠി കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഫിലിം സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശൃംഗപുരം HCI സെന്ററിൽ സംസാരിച്ചു. But the BJP as a party used the opportunity to be in power to strengthen its capacities to the level it did not have before. It ran a parallel structure. It did not fuse the party with the government itself. It actually used your and my resources from the state to enhance its capacities as a campaigning organization and a political organization separate from the state. To the point that say today or tomorrow, if BJP was not to be in power anymore, it would have enough resources to remain a very robust structure, ideological structure that can keep functioning for several years without lacking resources. And you run a community system here, you know how much effort it takes to pull together resources to keep a community going. Every event requires some money. What the BJP has achieved in the last 10 years is it's taken our money, absorbed it into their political system and established a new parallel structure in a way that it did not exist before. 2014 കള്ളപ്പണം രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഭരണത്തിൽ വന്ന മോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് എന്ന കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടായി ഉപയോഗിക്കാവുന്ന നിയമം പാസാക്കി. ഇത്തരത്തിൽ BJP അധികാരത്തിൽ നിന്ന് പോയാൽ പോലും അവർക്ക് ജനങ്ങളെ ആശ്രയിക്കാതെ പ്രവർത്തിക്കാനുള്ള പണം അവരുടെ ഫണ്ടിലേക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് വളഞ്ഞ വഴിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയാണിത്. ഒരു ഗവൺമെന്റ് തലവൻ മതന്യൂനപക്ഷങ്ങളെ രണ്ടാംതരം പൗരന്മാരാക്കി അവർക്ക് തന്നെ തോന്നിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് കാണേണ്ടി വന്നു. പ്രതിപക്ഷം ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പാർലമെന്റ് ഇലക്ഷന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. പ്രമുഖ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് നിവിൻ സേഠി അഭിപ്രായപ്പെട്ടു. ഭരണചങ്ങാത്ത മുതലാളിത്ത തലത്തിൽ നടക്കുന്ന അഴിമതികളെ തുറന്നു കാണിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന റിപ്പോർട്ടേഴ്സ് കളക്ടീവ് കേരളീയം പോലെയുള്ള ആൾട്ടർനേറ്റീവ് മീഡിയയെ സാമ്പത്തികമായി പിന്തുണയ്ക്കേണ്ടത് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുവാനുള്ള അവസാന സമരങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് നിതിൻ സേഠി ആവശ്യപ്പെട്ടു. മൃദുല ഭവാനി പ്രസംഗം പരിഭാഷപ്പെടുത്തി. തൃശൂരിലെ സ്വതന്ത്ര മാധ്യമമായ കേരളീയത്തിന്റെ പ്രധാന പ്രവർത്തകൻ റോബിൻ ഉള്ളടക്കം എല്ലാവർക്കും സ്വതന്ത്രമായി ലഭിക്കുകയും വായനക്കാരിൽ നിന്നും ഉപഭോക്താക്കളിൽ നിന്നും സംഭാവന സ്വീകരിച്ച് പ്രവർത്തന മൂലധനം കണ്ടെത്തുകയും ചെയ്യുന്ന സ്വതന്ത്ര മാധ്യമങ്ങളെ സാമ്പത്തികമായി നിലനിർത്തേണ്ടത് ജനാധിപത്യ സമൂഹത്തിന്റെ കടമയാണെന്ന് ഓർമ്മിപ്പിച്ചു. നിതിൻ സേഠിയുടെ സംസാരത്തിന് ശേഷം ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടുള്ള പാരസ്പര്യവും ഉണ്ടായിരുന്നു. യോഗത്തിൽ കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ഡോക്ടർ PM മുഹമ്മദ് സയ്യിദ് അധ്യക്ഷനായിരുന്നു. പരമ്പരാഗത മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടല്ല BJP അല്ലെങ്കിൽ സർക്കാർ തങ്ങളുടെ പരസ്യ പ്രചരണം നടത്തുന്നതിന് വേണ്ടി, അവരുടെ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിന് വേണ്ടി പരമ്പരാഗത മാധ്യമങ്ങളെക്കാൾ കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ്. വാട്സപ്പ് വഴി നേരിട്ട് പൗരരിലേക്ക് എത്തുന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യമായി പറയുന്നത്. ഇത് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത് മറ്റൊരു രീതിയിൽ ജനകീയ മാധ്യമങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള മറ്റു രീതിയിലുള്ള വാർത്തകൾ എത്താതിരിക്കുമ്പോൾ അവിടെ നിലനിൽക്കുന്ന ഒരു നിഷ്പക്ഷതയാണ് ഇവർ നേരിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആളുകളിലേക്ക് എത്തിക്കൊണ്ട് ഇവരുടെ രാഷ്ട്രീയ അജണ്ട അറിയിക്കുന്നത്. അതിന് സമാന്തരമായ ഒരു സംവിധാനം നിർമ്മിക്കുന്നത് നമ്മുടെ എല്ലാം പണം, നമ്മുടെ എല്ലാം വിഭവങ്ങളുടെ പങ്കുപറ്റിക്കൊണ്ടാണ് BJP ഇത് ചെയ്യുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് ഇവിടെയുള്ള ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയ സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുന്നത്, അവരുടെ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെ
മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയാൽ തന്നെ അത് വ്യക്തമാവും. അവരെ അധികാരത്തിൽ വന്നില്ലെങ്കിലും അവർക്ക് പ്രവർത്തിക്കാനുള്ള മുതൽ അവർ നമ്മളിൽ